നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,971 കഴിഞ്ഞ ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ ക്ലോസ് ചെയ്തപ്പോൾ ക്ലോസിങ് 27,000 മുകളിലായിരുന്നു ക്ലോസിങ്. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 27,000 മുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ഒരു ലെവൽ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ എക്സാക്റ്റ് ആയിട്ട് അത് കാണിച്ചു വന്നു. വളരെ സ്ട്രോങ് ആയിട്ട് 25,000 മുകളിൽ പോയാലും അത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റിൽ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട്, ഫാൾസ് മൂവ്മെന്റ് വരാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. എപ്പോഴും മനസ്സിലാക്കുക. ഇനി ബൈർ ഓപ്പർച്യൂണിറ്റി എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈർ ഓപ്പർച്യൂണിറ്റി 25,230 മുകളിലേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാലാണ് ബൈർ ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ 25,000 മുകളിൽ നിഫ്റ്റിയിലായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. കഴിഞ്ഞ ദിവസത്തിലായാലും നിഫ്റ്റി 25,000 മുകളിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലായിരുന്നു നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മൾ സപ്പോർട്ട് ഈ ഒരു ലെവലിൽ നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നില്ല. നമ്മൾ സപ്പോർട്ട് 900 മുകളിലാണ് സപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിലനിർത്തിയപ്പോൾ നിഫ്റ്റി ബൈയിലേക്ക് കടന്നിരുന്നു. നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 900 ആ ഒരു ലെവല് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ 900 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തപ്പോൾ നിഫ്റ്റി ബൈയിലേക്ക് കടന്നിരുന്നു. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് ശ്രദ്ധിക്കുക, 25,060 നമ്മുടെ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് നമ്മളെപ്പോഴും പറയുന്നതാണ്, 25,000 മുകളിലാണ് എപ്പോഴും റൈറ്റ് റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ലെവലിലാണ് വരുന്നത്. അപ്പോൾ ആ റൈറ്റ് റെസിസ്റ്റൻസ് ഏരിയയിൽ നിഫ്റ്റിയിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനത്തെ ഒരു സെക്ഷനിൽ വന്നു. അതിനുശേഷം 24,958 നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള മൊമെന്റം ലെവൽസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും കറണ്ട് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക, റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. 25,000 മുകളിൽ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഇനിയായാലും നിഫ്റ്റിക്കായാലും 24,800 അടുത്തും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. 24,800 750 ലെവലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ കാണുന്നത്. ഇതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ എത്തി കഴിഞ്ഞാൽ നിഫ്റ്റി കുറച്ചൊരു വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നെല്ലാം ലോവർ ലെവലിൽ നിന്ന് ഒരു ബൗൺസിനുള്ള ഒരു സാധ്യത 24,780 800 ലെവലിന്റെ അടുത്ത് ഇന്ന് ബൗൺസ് ചെയ്ത പോലെ ഇവിടുന്ന് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം 750 താഴെ ഈ ഒരു ലെവലിലാണ് നമ്മൾ നൽകിയിരിക്കുന്ന 24,600 സപ്പോർട്ടും കൂടി ഈ ഒരു ലെവലുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ റൈറ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ ഇൻട്രാഡേ ലെവലിൽ നമുക്ക് നോക്കാം. നമുക്ക് ലോങ് ടേം വ്യൂ ഇതേ രീതിയിലെല്ലാം മാനേജ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും, ഇത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആക്ട് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിലായാലും 24,750 800 ഈ ഒരു ലെവലിലും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 24,940, 24,940, അതുപോലെ തന്നെ 24,980. ഈ ഒരു രണ്ട് റേഞ്ചാണ് ഓപ്പണിങ്ങിലെ ഒരു സപ്പോർട്ടായിട്ട് കാണുന്നത്. ഇതിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. 980 മുകളിൽ ക്ലോസ് ചെയ്താൽ, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 940 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. 40 താഴെ വന്ന റിവേഴ്സ് ആകും. ഇതിന്റെ മുകളിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വീണ്ടും 25,000 മുകളിലാണ്, 25,055 പ്രത്യേകം ശ്രദ്ധിക്കുക. 25,055 മുകളിൽ പോയാൽ റിവേഴ്സൽ 25,055 താഴെ മാത്രമാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും പ്രത്യേകം ശ്രദ്ധിക്കുക, 25,055 താഴെ മാത്രമാണ് റിവേഴ്സൽ. 25,075 മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് 25,055 തന്നെ കീപ്പ് ചെയ്യണം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇത്, 25,000 മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ ആണ്. എന്നിരുന്നാലും കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്
പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 25,130 ഹയർ ലെവല് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ലോവർ ലെവലിലേക്ക് ആണെങ്കിൽ 24,940 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. റെസിസ്റ്റൻസ് ഇൻ കേസ് ബൗൺസ് ചെയ്താലും 980 മുകളിൽ പോയാലാണ് ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സപ്പോർട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 24,860 അടുത്തൊരു സപ്പോർട്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാനാണ് സാധ്യത. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 860 സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക. 24,800 750 റേഞ്ച് ഒരു സപ്പോർട്ട് റേഞ്ചാണ്, സപ്പോർട്ട് സോണാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഒരു റേഞ്ചിൽ അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 750 താഴെ സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. 750 താഴെയാണ് നിഫ്റ്റിയുടെ കൂടുതൽ വീക്ക്നെസ് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവല് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 24,750 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 24,805 മുകളിലേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. 805 മുകളിലേക്ക് 805 താഴെ പോയാലും 805 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ഇൻ കേസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലെങ്കിൽ ഈ റേഞ്ചിലാണെങ്കിൽ മൊമെന്റം കിട്ടില്ല. റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് മാർക്കറ്റിൽ മൊമെന്റം കിട്ടുള്ളൂ. അതേപോലെ തന്നെ റൈറ്റ് സപ്പോർട്ട് റൈറ്റ് റെസിസ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് മൊമെന്റം കിട്ടുള്ളൂ. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ആയാലും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലായാലും മൊമെന്റം സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ മുകളിലേക്ക് 900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോഴാണ് നിഫ്റ്റിയിൽ സി സൈഡിലായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും റെസിസ്റ്റൻസ് സപ്പോർട്ടിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് മാർക്കറ്റിൽ ആ ഒരു മൊമെന്റം കിട്ടുള്ളൂ. ഇൻ കേസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ല എങ്കിൽ, ഓപ്പൺ ചെയ്യുന്ന ഏരിയയിലല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. റൈറ്റ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് റിവേഴ്സ് ആകുമ്പോൾ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റായാലും വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിന്റെ ലോങ് ടൈം റിവേഴ്സലായാലും ഹയർ ലെവലിലേക്കുള്ള റിവേഴ്സലായാലും താഴത്തേക്കുള്ള റിവേഴ്സലായാലും മാർക്കറ്റ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ സൂചിപ്പിക്കുന്നതായിരിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങൾ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്